എല്ലാവർക്കും നമസ്കാരം. ഇൻഫ്ലുവൻസറിലേക്ക് സ്വാഗതം. കൊച്ചിയെ എങ്ങനെ ഒരു വേൾഡ് ക്ലാസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി മാറ്റാം, അതേപോലെ തന്നെ ഒരു ലോക പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രവുമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു പ്രപ്പോസലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചിൻ പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ വല്ലാർപാടത്ത് കൊച്ചിയിലെ ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്, അതേപോലെ തന്നെ കൊച്ചിയിൽ വേറെ ഒരുപാട് ടെർമിനലുകളുണ്ട്. ഇപ്പോൾ ബൾക്ക് കാർഗോ കൈകാര്യം ചെയ്യുന്ന ടെർമിനലുകൾ, ക്രൂയിസ് ടെർമിനലുകൾ, അല്ലെങ്കിൽ ഓയിൽ ടാങ്കറുകൾ കൈകാര്യം ചെയ്യുന്ന ടെർമിനൽ, LNG കൈകാര്യം ചെയ്യുന്ന ടെർമിനലൊക്കെ കൊച്ചിയിലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചി പോർട്ട് ട്രസ്റ്റ് പുതിയതായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഔട്ടർ ഹാർബർ, അതായത് LNG ടെർമിനലിനോട് ചേർന്ന് ഒരു എക്സ്ക്ലൂസീവ് കണ്ടെയ്നർ ടെർമിനൽ അവരവിടെ ആരംഭിക്കാനുള്ള പ്രപ്പോസലുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ ബേസ് ചെയ്യുന്നത് വല്ലാർപാടം ടെർമിനലാണ്, കാരണം അതാണ് ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ള ഒരു സംഭവം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ NH 966 എന്ന് പറയുന്ന ഒരു ഹൈവേയുടെ ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഞാൻ ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ NH 966 ആരംഭിക്കുന്നത് വല്ലാർപാടത്ത് നിന്ന് ആരംഭിച്ച് ഇത് അവസാനിക്കുന്നത് കളമശ്ശേരിയിലാണ്. ഇതിൻ്റെ വഴിയിൽ ഇത് ചേരാനല്ലൂർ ഭാഗത്ത് വെച്ച് NH 66 ആയിട്ടും അതേപോലെ തന്നെ കളമശ്ശേരിയിൽ വെച്ച് NH 544 കണക്ട് ചെയ്യുകയാണ് ഈ NH 966 ചെയ്യുന്നത്. ഇപ്പോൾ NH 66 നമുക്ക് എല്ലാവർക്കും അറിയാം, മുംബൈയിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെ പോകുന്ന ഒരു ഹൈവേ ആണ്. അതേപോലെ തന്നെ NH 544 ചെന്നൈയും ബാംഗ്ലൂരിനെയും കൊച്ചിയുമായി കണക്ട് ചെയ്യുന്ന ഒരു ഹൈവേ ആണ്. അങ്ങനെ രണ്ട് ഹൈവേകൾ കണക്ട് ചെയ്യുന്ന ഒരു പ്രദേശമായിട്ടാണ് ഈ കളമശ്ശേരി ചേരാനല്ലൂർ ഏരിയ വരുന്നത്. അതേപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ ബെൽറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈപ്പിനിലെ പുതുവൈപ്പ് LNG ടെർമിനലിനോട് ചേർന്നുള്ള ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. കാരണം അവിടെ വേക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറവ് ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വൈപ്പിനിൽ നിന്ന് തുടങ്ങി ഈ ഇൻഡസ്ട്രിയൽ ഏരിയ അവസാനിക്കുന്നത് കാക്കനാടായിരിക്കണം. അത് വൈപ്പിൽ നിന്ന് തുടങ്ങി വല്ലാർപാടത്ത് നിന്ന് ഈ NH 966 ഓരത്തോടു കൂടി ചേർന്നിട്ടുള്ള മൂലംപിള്ളി മുതലായ കോതാട് മുതലായ ചെറിയ ചെറിയ ഐലൻഡുകളെ കണക്ട് ചെയ്ത് എത്തിച്ചേരുന്നത് ചേരാനല്ലൂരാണ്. അവിടെ നിന്നും കളമശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ നിലവിലുള്ള കളമശ്ശേരിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ, നമ്മുടെ കിൻഫ്ര പാർക്കൊക്കെ ചേർന്ന് അവസാനം അത് ഇൻഫോ പാർക്കിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഇൻഡസ്ട്രിയൽ കോറിഡോർ, ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വളരെ വേക്കൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം അക്വയർ ചെയ്ത് ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റായിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സംയുക്തമായി ചേർന്ന് ഇതിനൊരു ഇൻഡസ്ട്രിയൽ ബെൽറ്റായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമ്മൾ NH 96 ഓരത്തോടി ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ മൂലംപള്ളി ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി ഉള്ള ഭാഗത്ത്, അത് കഴിഞ്ഞ് ചേരാനല്ലൂർ ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ ഇപ്പോൾ ഫാക്ടറി ഉദ്യോഗങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന കളമശ്ശേരിയുടെ ഭാഗങ്ങളായാലും അതേപോലെ തന്നെ കിൻഫ്രയുടെ ഏരിയ ആയാലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാം സെൻറ്ററായി വരുന്നത് കളമശ്ശേരിയാണ്. കളമശ്ശേരി നമുക്കൊരു റെയിൽവേയുടെ യാർഡുണ്ട്. ഇപ്പോൾ രണ്ട് നാഷണൽ ഹൈവേ കണക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് ഹൈവേയും കണക്ട് ചെയ്യുന്നത് അവിടെയാണ്. ഇപ്പോൾ ഈ സീപോർട്ട് എയർപോർട്ട് ഹൈവേ തേനി മധുര ഭാഗത്ത് നിന്ന് വരുന്ന NH 83 കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ഹൈവേകൾ കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറിയാണത്. അതേപോലെ തന്നെ ഈ നമ്മുടെ റെയിൽവേ യാർഡിൽ ഒരുപാട് സ്ഥലം നമുക്ക് ഇപ്പോഴും അക്വയർ ചെയ്യാൻ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മെഗാ കണ്ടെയ്നർ യാർഡായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് വേറെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രപ്പോസൽ. അതായത് ഇത്രയും കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലം, അതായത് കേരളത്തിൻ്റെ ഒത്ത നടുക്ക് കിടക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ നിലവിലുള്ള കൊച്ചിയിൽ നിന്നുള്ള റെയിൽവേ കണക്ട് ചെയ്തിരിക്കുന്ന എടപ്പള്ളിയിലേക്കാണ്. പക്ഷേ അത് മാറ്റി കൊച്ചിൻ പോർട്ടിൽ നിന്ന് ഈ NH 966 ഓരത്തോടു കൂടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കളമശ്ശേരിയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കൊച്ചിയിലെ മറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നിന്നും കളമശ്ശേരിയിലേക്ക് കണക്ഷൻ കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് വരുന്ന പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നറുകൾ വരുന്നതും ഈ കളമശ്ശേരിയിലേക്കാണ്. അപ്പോൾ അവിടെ ഒരുപാട് സ്ഥലം നമുക്ക് നിലവിലുള്ളത് കൊണ്ട് അവിടെ ഒരു മെഗാ കണ്ടെയ്നർ യാർഡാക്കി മാറ്റുക. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലും അതേപോലെ തന്നെ കാനഡയിലും ഒക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ 8-10 ലൈനുകളുള്ള ഒരു കണ്ടെയ്നർ യാർഡാക്കി മാറ്റി അവിടേക്ക് ട്രാൻസിറ്റുകളൊക്കെ നടത്താനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് കേരളത്തിൻ്റെ ഒത്ത നടുക്കായതുകൊണ്ട് കേരളത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്കുള്ള കണക്ഷനുകൾ ഇപ്പോൾ ഹൈവേ വഴിയായാലും അല്ലെങ്കിൽ
റെയിൽവേ വഴിയായാലും അല്ലെങ്കിൽ എയർ വഴിയായാലും ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കാർഗോ ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് കൊച്ചി എയർപോർട്ടിലാണ്. അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് കളമശ്ശേരിയെ ഒരു കണ്ടെയ്നർ യാർഡാക്കി മാറ്റുന്നത് എന്തുകൊണ്ടും അനുയോജ്യമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്ന് മാറി ടൂറിസത്തിൻ്റെ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എറണാകുളത്തിൻ്റെ തീരപ്രദേശങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതുവൈപ്പിലെ ബീച്ചായാലും പുൽപ്പള്ളി ബീച്ചായാലും ചെറായി ബീച്ചായാലും മുനമ്പം ബീച്ച്, അഴീക്കോട് ബീച്ച്, ഇനി ഇപ്പുറത്തെ വശത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊച്ചി ബീച്ച്, ഫാൽക്കൺ ബീച്ച്, അങ്ങനെ ആലപ്പുഴയുടെ ഭാഗത്തേക്ക് വികസിക്കാൻ പറ്റുന്ന ഒരു ബീച്ചിന്റെ ശൃംഖലകൾ, അപ്പുറ സൈഡിലേക്ക് നമ്മൾ നോക്കിയാൽ തൃശ്ശൂരിന്റെ ഭാഗത്തേക്ക് വികസിക്കാൻ പറ്റുന്ന ഒരു ബീച്ചിന്റെ ശൃംഖലകൾ അടങ്ങിയ ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയ നമ്മുടെ ബാക്ക് വാട്ടേഴ്സ്, അതേപോലെ തന്നെ ഇൻലൻഡ് വാട്ടർവേസ് ഒക്കെ നിലവിൽ അവിടെ കിടക്കുകയാണ്. അപ്പം ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലത്ത് നമുക്ക് എന്തുകൊണ്ട് വേൾഡ് ക്ലാസ് റിസോർട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നുകൂടാ? അതേപോലെ തന്നെ ഹോട്ടലുകൾ, കാസിനോകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, അതായത് എന്റർടൈൻമെന്റ് സെന്ററുകളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഒരു വേൾഡ് ക്ലാസ് ടൂറിസ്റ്റ് ഏരിയ ആയി മാറ്റിക്കൂടാ എന്നുള്ളതാണ് വേറൊരു അഭിപ്രായം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ടൂറിസത്തിന്റെ മേഖലയിൽ മാറി ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിൽഗ്രിമേജ് സെന്റർ ആ ഏരിയയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളും അതേപോലെ തന്നെ അഗ്രഹാരങ്ങളും വാസ്തുശില്പവും കമ്മ്യൂണിറ്റികളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന എറണാകുളം തൃശ്ശൂർ ഏരിയ. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം മോസ്ക് സ്ഥിതി ചെയ്യുന്നതും കൊടുങ്ങല്ലൂരാണ്, ചേരമാൻ മോസ്ക്. മുഹമ്മദിന്റെ കാലത്ത് തന്നെ പണി കഴിച്ച ഒരു പള്ളിയാണ് അതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ ജൂയിഷ് സിനഗോഗ്, അതേപോലെ തന്നെ ജൂയിഷിന്റെ കമ്മ്യൂണിറ്റികളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം കൊച്ചി തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യാത്ര ചെയ്യാനാണ് നമ്മൾ കണക്കാക്കുന്ന വാസ്കോഡ ഗാമയുടെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും കൊച്ചിയിലാണ്. അതിനുള്ള അനുബന്ധിച്ചുള്ള പള്ളികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതിനൊക്കെ പുറമെ ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന തോമാസ് ലീഗ വന്ന മുസരിസ് പോർട്ട് കൊച്ചിയുടെയും തൃശ്ശൂരിന്റെയും ബോർഡറായ കൊടുങ്ങല്ലൂരാണ്. അപ്പം അങ്ങനെ അതിനോടൊപ്പം തന്നെ അവിടെ പള്ളികളും ഇപ്പോൾ പുരാതനമായി സ്ഥാപിച്ചിട്ടുള്ള ഇപ്പോൾ പറവൂരായാലും പാലയൂരായാലും ഒക്കെ അങ്ങനെ നിറയെ പള്ളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണത്, പുരാതനമായ പള്ളികൾ. അങ്ങനെ ഇതൊരു എന്തുകൊണ്ടൊരു വേൾഡ് ഫേമസ് പിൽഗ്രിമേജ് സെന്ററാക്കി വളർത്തിക്കൂടാ എന്നുള്ളതാണ് വേറൊരു അഭിപ്രായം. അപ്പം അതേപോലെ തന്നെ ഈ മുസരിസ് പോർട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു പോർട്ടാണ് മുസരിസ് പോർട്ട് എന്ന് പറയുന്നത്. ഈ മുസരിസ് പോർട്ടിന്റെ ഭാഗമായി ഒരു മുസരിസ് പൈതൃക നഗരം സ്ഥാപിക്കുക, അതേപോലെ തന്നെ അവിടെ ഒരുപാട് എക്സ്കവേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഫലമായി പല കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട്. അവിടെ ഒരു കമ്മ്യൂണിറ്റി, പണ്ടൊരു പഴയ കമ്മ്യൂണിറ്റി ജീവിച്ചിരുന്നു, സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അതൊരു എക്സ്കവേഷൻ, ഒരു വേൾഡ് ഹെറിറ്റേജ് എക്സ്കവേഷൻ സെന്റർ ആയിട്ട് പ്രഖ്യാപിച്ചുകൂടാ. അതോടൊപ്പം തന്നെ ഒരു വേൾഡ് ഫേമസ് മ്യൂസിയങ്ങളും ഇങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ഹബ്ബുകളൊക്കെ കൊണ്ടുവന്ന് അതൊരു എന്തുകൊണ്ട് അതങ്ങനെ ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി, ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി പറയുന്നത്. അതിനേക്കാളും പൊട്ടൻഷ്യലും പോസിബിലിറ്റി ഒക്കെ ഉള്ള നമ്മുടെ ഈ കൊച്ചിയെ എന്തുകൊണ്ട് ആൾക്കാർ തഴഞ്ഞിട്ടിരിക്കുന്നു, അതിനുള്ള ഉത്തരം നൽകേണ്ടത് അവിടുത്തെ ജനപ്രതിനിധികൾ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രപ്പോസലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ പേരിലായാലും ടൂറിസത്തിന്റെ പേരിലായാലുള്ള പ്രപ്പോസലുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റിലെയും കേരള ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുക, അതിനെക്കുറിച്ച് അടിയന്തരമായ നടപടികളെടുത്ത് അതെല്ലാം പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഫോറിൻ അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ആകർഷിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോൾ കൊച്ചിയുടെ മാത്രം സ്വത്തൊന്നുമല്ല, ഇപ്പോൾ എല്ലാവരും പല കമ്മ്യൂണിറ്റികളും കൊച്ചിയിലേക്ക് വരികയും അതേപോലെ തന്നെ നമ്മുടെ ഭൂപ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോർട്ട് സിറ്റിയാണ് കൊച്ചി. അപ്പം അതിനെ നമ്മൾ ലോകത്തിന് വേണ്ടി തുറന്നു കൊടുക്കുക, ലോകത്തിലെ ആൾക്കാർക്ക് വന്ന് കാണുക, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, അവർക്ക് ജീവിക്കാനുള്ള സാധ്യത, എല്ലാവർക്കും ഒരു വീടെന്ന രീതിയിലേക്ക് കൊച്ചിയെ മാറ്റുക, ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ള ഒരു വീട് എന്നുള്ള രീതിയിലേക്ക് കൊച്ചിയെ മാറ്റാനും അതിനനുസരിച്ച് രീതിയിലേക്ക് അവിടെ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരാനൊക്കെ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. അത് ഗവൺമെന്റ് മനസ്സിലാക്കുമെന്നും അത് അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയും ഇങ്ങനെയുള്ള പൊട്ടൻഷ്യൽ നമ്മൾ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ കൊച്ചിയിലും അവിടെ ആ ഏരിയകളിലൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അതിലേക്കൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിലേക്കും ബൈ.